കെ ശ്രീകുമാറിനെ അറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചെയ്തേക്കുന്ന കുറച്ച് സിനിമ ആളുടെ പടത്തിലെ ഏറ്റവും പോപ്പുലർ പടങ്ങൾ വെച്ചാൽ ആളുടെ കണ്ടംപററി ലെവലിലുള്ള സ്റ്റാർസിനെല്ലാം അവരുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പടങ്ങൾ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. ലൈക്ക് ശരത് കുമാറിന് നാട്ടാമി നട്പുക്കാകെ, രജനിക്ക് മുത്തു പടയപ്പ, കമലിന് തെനാലി പഞ്ചതന്ത്രം ദശാവതാരം, അജിത്തിന് വില്ലൻ വരലാറ്. അതായത് ഇവരുടെ എല്ലാം കരിയറിലെ ഏറ്റവും പീക്ക് പടങ്ങൾ, അത്യാവശ്യം നല്ല പോപ്പുലർ സക്സസ് പടങ്ങളാണ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അവരുടെ. അപ്പോൾ ഈ 4 സ്റ്റാർസിന് അത്രയും സൂപ്പർ പടങ്ങൾ കൊടുത്തിട്ടുള്ള മനുഷ്യനാണ് പുള്ളി. ആൻഡ് വിജയുടെ കൂടെ പുള്ളി ഒരു തവണ വർക്ക് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ആ പടം അത്ര വലിയ സക്സസ് അല്ലായിരുന്നു. മിൻസാര കണ്ണ എന്ന പേരിൽ ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആൻഡ് അത് പടയപ്പയ്ക്ക് ശേഷം വന്നതാണ്. അപ്പോൾ ഈ മിൻസാര കണ്ണ പ്രൊഡ്യൂസറിന്റെ നിർബന്ധമായിരുന്നു ഈ പടത്തിന് മിൻസാര കണ്ണ എന്ന് പേരിടുന്നത്. മറ്റേ പാട്ടിന്റെ പേരെടുത്തിട്ട് സിനിമ. അതുപോലെ അതിനകത്ത് ഇവള് രമ്യ കൃഷ്ണൻ രജനിയെ വിളിക്കുന്നതാണ് മിൻസാര കണ്ണ എന്ന ആ പുള്ളിക്കാരനെ വിളിക്കല്. എനിക്കറിയത്തില്ല മിൻസാര കണ്ണ എന്തെങ്കിലും ഡിയറാണ്. കണ്ണ എന്നുള്ളത് എല്ലായിടത്തും നമുക്ക് ഡിയർ ചെല്ലം ചേർത്ത് വിളിക്കുന്നതാണ്. മിൻസാര കണ്ണ മിൻസാരയുടെ അർത്ഥം നമുക്ക് നോക്കണം. മിൻസാരയുടെ അർത്ഥം അറിയാവുന്നവർ കമന്റ് ചെയ്യട്ടെ. മിൻസാര കണ്ണ. ഓക്കെ. സോ ആ പടം വിജയ്ക്ക് മാത്രം പുള്ളിക്ക് സക്സസ് കൊടുക്കാൻ പറ്റില്ല. ആൻഡ് അവർ അതിനുശേഷം പിന്നെ കൊളാബറേറ്റ് ചെയ്തിട്ടില്ല.